project, Lovers of Earth is one of our recently completed project at Irinalakuda. The residence is done in a typical tropical design surrounded with lush greenery. ഈ പ്രൊജക്ട് ഞങ്ങൾ അണ്ടർടേക്ക് ചെയ്യുന്ന ടൈമിൽ ദി ഫൗണ്ടേഷൻ വാസ് ഓൾറെഡി ഡൺ. സോ അവർ മേജർ ചലഞ്ച് വാസ് ടു റീഡിസൈൻ ദി ഫ്രണ്ട് ഫെസൈഡ് ഇൻ എ മോഡേൺ ട്രോപ്പിക്കൽ വേ. So the first thing we did was just blend the tropical sloping roof with a sharp, rigid modern form, creating a visual balance. Adinai we introduced an inclined wall along the face. Hi, this is Andres Sonoris and I'm the principal architect of Mervinto Architecture Studio. And when it comes to interior, the top light space is divided into major formal living. Then comes a transparent space, other family living, kitchen and adjacent bedrooms. Interior കളേഴ്സ് എല്ലാം ന്യൂട്രൽ എർത്തി ഷെയ്ഡ്സ് ആണ്. മെയിൻലി വെൻ വി സ്പീക്ക് അബൌട്ട് ദി ലിവിംഗ് റൂം, സീലിംഗ് ആർട്ടിക്കുലേഷൻ വഴിയാണ് സ്പേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വി ഹാവ് എ വുഡൻ സീലിംഗ് അലോങ് ദി സർക്കുലേഷൻ പാത്ത് ആൻഡ് എ വൈറ്റ് ജിപ്സം സീലിംഗ് അറ്റ് ദി സീറ്റിംഗ് ഏരിയ. ഇതിലെ ടി വി വാൾ ചെയ്തിട്ടുള്ളത് ഒരു ടെറാസോ ഫിനിഷിലാണ്, വിച്ച് ഗീവ്സ് ദാറ്റ് എർത്തി നാച്ചുറൽ ലുക്ക്. ഈ പ്രൊജക്റ്റിലെ സ്റ്റെയർ കേസ് ഒരു ട്രാൻസിഷൻ സ്പേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ വി ഡിഡ് ആൻ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ വിത്ത് എ ലാൻഡ്സ്കേപ്പ് ഏരിയ. We can feel the transition with the materials used also. Like when it comes to living room, ഒരു wooden flooring നിന്നും we enter into a black Lepotra leather finish flooring with a cement textured wall on one side and a double height brick finish wall on the other side. Staircaseന്റെ bottom portion ഒരു book shelf ആയിട്ടും adjacent space ഒരു reading corner ആയിട്ടുമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. And when it comes to the dining, we have a large opening at one side and an open kitchen adjacent to it. So we introduced a sliding door to the kitchen so that it can be fully closed or open as per requirement. Kitchen design ചെയ്തിരിക്കുന്നതും ഒരു sleek and modern way ആണ്. We didn't choose any flashy colors for the kitchen as it makes the kitchen a bit dark. It's a parallel kitchen with working counter on one side and all the electronic items and the tall unit on the other side. And moving forward to the bedrooms, we have 4 bedrooms and all are done in a minimalistic way. മാക്സിമം എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ഇല്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ സജഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കളർ അങ്ങനെ അധികം ഓവറായിട്ടുള്ള കളേഴ്സ് താല്പര്യം ഉണ്ടായിരുന്നില്ല. ന്യൂട്രൽ ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഡിം ആയിട്ടുള്ള കളേഴ്സാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ മാക്സിമം എല്ലായിടത്തും ചെയ്തിരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു വിൻഡോ പ്ലേസ് ചെയ്യണത് പോലും എന്തുകൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് വേറെ സ്ഥലത്ത് വെക്കുന്നു എന്നുള്ളതിനൊക്കെ പുള്ളിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ശരിക്കും എലിവേഷനും ഇന്റീരിയറും എങ്ങനെ വേണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളൊരു ആർക്കിടെക്റ്റിനെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് വിൻഡോ ഫേമിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരാൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് തന്നെയായിരിക്കുമല്ലോ ഐഡിയ, അതിൽ എന്ത് മെറ്റീരിയൽ എന്ത് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, അത് എത്ര ടൈമിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോ അതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പുള്ളിനെ തന്നെയാണ് ഏൽപ്പിച്ചത്. നാച്ചുറൽ സ്റ്റോൺസ് ആണ് നമ്മൾ ഈ ഒരു ടോട്ടൽ സ്പേസിലും അച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസത്തിൽ ആംഗുലർ അലൈൻമെന്റിൽ തന്നെ നമ്മൾ ഈ നാച്ചുറൽ സ്റ്റോൺസിന്റെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. നിയർലി ഒരു 8 to 9 പീസസ് നാച്ചുറൽ സ്റ്റോൺസ് ആണ് നമ്മൾ ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോമിലാണ് നമ്മൾ ഇതായിരിക്കും ഈ ഓവറോൾ ഈ റെസിഡൻസിന്റെ ഒരു സില്ലൗട്ട് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ പല പാർട്ടീഷൻസും അല്ലെങ്കിൽ ഡിവിഷൻസും കൊടുത്തിട്ടുള്ളത് ഇതിൽ പറയുന്ന ഗ്ലാസ് ഓപ്പണിങ്സ് അതുപോലെ മേജർ ആയിട്ടുള്ള സ്പേസും വെച്ചിട്ടാണ് ഈ ഒരു ഡിവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്.